മേൽപ്പെട്ട ശുശ്രൂഷ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഫ്രാൻസിസ് പാപ്പയുടെ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു നിയോഗം എൻ്റെ മേൽ വന്നത്. ബേബി ബിഷപ്സിന് ഒരു കോഴ്സ് സെപ്റ്റംബറിലാണ് ഉണ്ടാകുക. എനിക്കതിനു മുമ്പ് ലുവെയ്ൻ യൂണിവേഴ്സിറ്റിയുടെ ഇംഗ്ലീഷ് പ്രോഗ്രാം, തിയോളജി ഇംഗ്ലീഷ് പ്രോഗ്രാം ആരംഭിച്ചതിൻ്റെ ഒരു ഗോൾഡൻ ജൂബിലിയുടെ ആഘോഷത്തിൽ അവരെന്നെ ക്ഷണിച്ചുകൊണ്ട് നേരത്തെ തന്നെ പോകാൻ പറ്റി. അപ്പോൾ എന്നോട് അന്നത്തെ നുൻഷ്യോ പറഞ്ഞു, എന്തായാലും ഇങ്ങനെ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് പോവില്ലേ, അപ്പോൾ സാന്താ മർത്തയിൽ താമസിക്കാനുള്ള വഴി ഞാൻ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എഴുതി ഞാൻ ആദ്യമായിട്ട് താമസിക്കുന്ന ഒരു ദിവസം അവിടെ സാന്താ മർത്തയിൽ, അച്ഛൻ ഓർക്കുന്നുണ്ടാവും ചിലപ്പോൾ, ഒരു ദിവസം അവിടെ പോയി താമസിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒത്തിരി കാര്യങ്ങൾ ഒരുപക്ഷെ അതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് പറയാൻ സാധിക്കുമായിരിക്കും. എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്, ഇങ്ങനെ ഒരു അനുസ്മരണം, ലെഗസി, ഫ്രാൻസിസ് പാപ്പായുടെ ലെഗസിയെക്കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള സംവാദത്തിന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി മുന്നിട്ടിറങ്ങിയതിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഒരു കയ്യടി കൊടുക്കാം. ഫ്രാൻസിസ് പാപ്പയുടെ മരണം കഴിഞ്ഞു, അടക്കം കഴിഞ്ഞു, ഇനി എന്താണ് ബാക്കി? അതാണ് ഈ സെമിനാറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സംവാദത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കേണ്ടതെന്ന് എനിക്ക് തോന്നുകയാണ്. ഇപ്പോൾ നമ്മൾ തിരിതെളിച്ചു, നമ്മളിങ്ങനെ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് ഒത്തിരിയേറെ അപദാനങ്ങൾ പാടി. അത് കഴിഞ്ഞ് എഴുത്തുകൾ, ഇപ്പം ഞാൻ തന്നെ 2 ലേഖനം എഴുതിയ കാര്യം പറയുണ്ടായി, പല ഒത്തിരി അഭിമുഖങ്ങൾ കൊടുക്കുകയുണ്ടായി. ഇതെല്ലാം നമ്മൾ ചെയ്തത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമുക്ക് എന്തുമാത്രം ഉയരത്തിൽ വയ്ക്കാമോ അത്രയേറെ നമ്മൾ ഉയരത്തി വെച്ചു. എന്നിട്ട് നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുകയാണെങ്കിലോ? നമ്മളിങ്ങനെ ഫ്രാൻസിസ് പാപ്പയെ കാനനൈസ് ചെയ്ത് ഒരു രൂപക്കൂട്ടിൽ എത്തിച്ചിട്ട് നമ്മൾ പഴയ പോലെ തന്നെ പോവുകയാണെങ്കിലോ? അപ്പോൾ ഈ ജീവിതം ബാക്കി വെക്കുന്നത് എന്ന് പറയുന്നത് നമ്മളാണ്. ഈ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ചിന്തിക്കേണ്ടത്. റോമിൽ പോകാൻ പറ്റുകയാണെങ്കിൽ ഈ മേരി മേജർ ബസിലിക്കയിലൊക്കെ പോയി നമുക്ക് കുമ്പിടാം. പക്ഷേ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ ഇടയിലെ സാന്നിധ്യമാണ്, നമ്മുടെ ജീവിതത്തിലെ സാന്നിധ്യമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു തലത്തിലേക്ക് ഉള്ള ഒരു എൻകൗണ്ടറാണ് ഈ പാപ്പയുമായിട്ട് നമുക്കുണ്ടാകേണ്ടത്. എനിക്കിത് തുടങ്ങാൻ ഈ 2018 കണ്ട കാര്യം പറയാതെ തുടങ്ങാൻ പറ്റാതിരുന്നത് അത് അങ്ങനെ ഒരു സ്വാധീനം വന്നതുകൊണ്ടാണ്. ചില കാര്യങ്ങൾ, ചില വെല്ലുവിളികൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. നമ്മളിപ്പോൾ പോകുന്ന വഴികളെ അസ്വസ്ഥതപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള അസ്വസ്ഥതകളിൽ ഈ അവസാനത്തെ, ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഫ്രാൻസിസ് പാപ്പായുടെ ഫെബ്രുവരി 12-ാം തീയതിയിലെ ഓഡിയൻസിൽ പങ്കെടുത്തപ്പോഴും ഈ അസ്വസ്ഥത എന്നിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓഡിയൻസ് അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം വളരെ അവശനായിരുന്നു. അതുകൊണ്ട് തന്നെ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ അങ്ങനെ ഒരു ഓഡിയൻസ് ഞാൻ പോകുമ്പോൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു ഓഡിയൻസ് അവർ അറേഞ്ച് ചെയ്തതായിട്ട് കണ്ടു. അങ്ങനെ ഞാൻ രജിസ്റ്റർ ചെയ്തതാണ്. 6-7 മെത്രാന്മാർ മാത്രമാണ് അതിനകത്ത് ഈ പോഡിയത്തിൽ നിന്ന്. ആദ്യം കുറേ നേരം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കേട്ടറിഞ്ഞ് വന്നവരൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എത്തിയത്. എൻ്റെ ഈ ഒരു അജപാലന, ഈ ഒരു മേൽപ്പെട്ട ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ ഈ പാപ്പ നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അസ്വസ്ഥതപ്പെടുത്തണം, നമ്മുടെ ജീവിതത്തിന് ഒരു വെല്ലുവിളിയായിട്ട് മാറണം, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്ക് വഴിതെളിക്കണം. എന്നോടിന്ന് ഇവിടെ സംസാരിക്കാൻ പറഞ്ഞിരിക്കുന്നത് 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പാണ് എനിക്ക് അങ്ങനൊരു വാർത്ത കിട്ടിയത്.
ഇവിടെ അജപാലന ഫ്രാൻസിസ് പാപ്പായുടെ അജപാലന ശൈലികളെക്കുറിച്ച് പറയാനുള്ള ആൾക്ക് വരാൻ സാധിക്കാത്തത് കൊണ്ട് അപ്പോൾ അതുമായി നേരിട്ട് അതിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഈ അജപാലനം? അജങ്ങൾ ആടുകളെ പരിപാലിക്കലാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമുക്കറിയാം, ക്രിസ്തുവാണ് നല്ല ഇടയൻ. ഫ്രാൻസിസ് മാർപ്പാപ്പയെ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ തലവനെ മഹാ ഇടയൻ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഈ നല്ല ഇടയനായ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനാണ് പാപ്പ എന്നുള്ളത് കൊണ്ടാണ്. അതൊരു രൂപതയെ സംബന്ധിച്ചിടത്തോളം, കാനൻ ലോ ഒക്കെ അനുസരിച്ച് രൂപതയെ സംബന്ധിച്ചിടത്തോളം രൂപത അധ്യക്ഷനാണ് ആ നല്ല ഇടയൻ്റെ പ്രതിനിധി. ഓർഡിനറി മജിസ്റ്റേറിയമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തൃശ്ശൂർ അതിരൂപതയുടെ ഇടയൻ ആൻഡ്രൂസ് പിതാവാണ്. നമ്മുടെ ഓരോ ഇടവകകളിലും ഉള്ളത് വികാരിയച്ചന്മാരാണ്. വികാരി എന്ന് പറഞ്ഞാൽ പ്രതിനിധിയാണ്. നമ്മൾ മാർപ്പാപ്പയെ ക്രിസ്തുവിൻ്റെ പ്രതിനിധി എന്ന് പറഞ്ഞതുപോലെ ഈ അതിരൂപതയുടെ ഇടയൻ്റെ പ്രതിനിധിയായിട്ട് നമ്മുടെ വികാരിയച്ചന്മാർ ഇടവകകളിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ ഇതുപോലെ തന്നെ നൈയാമികമായിട്ടുള്ള പ്രതിനിധികളാണ്, ഇടയധർമ്മത്തിൽ പങ്കുപറ്റുന്നവരാണ് ഒരു ഇടവകയിലെ കൈക്കാരന്മാരെന്ന് ഞാൻ കരുതുകയാണ്. കാരണം മെത്രാൻ്റെ തന്നെ കൽപ്പന പ്രകാരം അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ് അവർ. വികാരിയച്ഛനെ മെത്രാനാണ് അയച്ചത്, ഇടവകളിലെ കൈക്കാരന്മാരെ മെത്രാനാണ് അയക്കുന്നത്. ഇടവകയിലെ പ്രതിനിധി യോഗം അതും നൈയാമികമായിട്ട് ഇടയധർമ്മത്തിൽ പങ്കുപറ്റുന്നതാണ്. ഇനിയും നമുക്ക് വളരെയേറെ വിശാലമായിട്ട് ചിന്തിച്ചാൽ എവിടെയൊക്കെ ആടുകളുടെ സംരക്ഷണം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, ആരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ, അവരൊക്കെ ഇടയധർമ്മത്തിൽ പങ്കുപറ്റുന്നവരാണ്. ഇവിടെ ഇപ്പോൾ CTC കോഴ്സിൽ പങ്കെടുത്ത് നിൽക്കുന്ന വിശ്വാസ പരിശീലകരുണ്ട്. നിങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കുട്ടികളുടെ ഇടയന്മാരായിട്ട് അവരുടെ ഇടയിൽ ക്രിസ്തുവിൻ്റെ ഇടയധർമ്മം ജീവിക്കാൻ വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് നിങ്ങൾ. ഇവിടെ ഇരിക്കുന്ന വിവാഹിതരായിട്ടുള്ള ദമ്പതികൾ, മാതാപിതാക്കൾ നിങ്ങളുടെ മക്കൾക്ക് ഇടയന്മാരാണ്, ക്രിസ്തുവിൻ്റെ ഇടയധർമ്മത്തിൽ പങ്കുപറ്റുന്നവരാണ്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ ഫ്രാൻസിസ് പാപ്പായിലെ ഈ അജപാലന ശൈലികൾ, അത് നമ്മൾ ഏതൊക്കെ തലത്തിലാണോ ഇടയധർമ്മത്തിൽ പങ്കുപറ്റുന്നത് അവിടെയൊക്കെ നമ്മുടെ ഈ ഇടയ ശുശ്രൂഷയെ സ്വാധീനിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുന്നത് മാമോദീസ സ്വീകരിച്ച എല്ലാവരും കോ ഷെപ്പേർഡ്സ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. സഹ ഇടയന്മാരാണ്. എൻ്റെ അടുത്തിരിക്കുന്ന വിശ്വാസിക്ക് ഞാൻ ഇടയധർമ്മം നിർവഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ഒരു ആത്മീയതയുടെ തന്നെ അടിസ്ഥാനമായിട്ട് മാറേണ്ട ഒരു ഇടയ ശൈലി, അത് എപ്രകാരമാണ് ഫ്രാൻസിസ് പാപ്പായിൽ നാം കണ്ടുമുട്ടുന്നത്. അവിടെ മാർപ്പാപ്പയുടെ നമുക്കറിയാം, ആദ്യത്തെ ആ മാസങ്ങളിൽ 2013 ആദ്യത്തെ ആഴ്ചകളിലൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ കുറേയേറെ കാര്യങ്ങൾ ഒരുപക്ഷെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അദ്ദേഹം അവിടുത്തെ ആ സിംഹാസനം, മാർപ്പാപ്പയിരിക്കുന്ന സിംഹാസനമൊക്കെ മാറ്റി ഒരു മരക്കസേരയിൽ ഇച്ചിരി വെള്ള റെക്സീൻ കൊണ്ടുള്ള ഒരു ബാക്കുള്ള ഒരു മരക്കസേര കൊണ്ട് അവിടെ ഇട്ട് അതിന്മേലിരിക്കാനായിട്ട് തുടങ്ങി. അതിലേക്ക് അദ്ദേഹം വളരെ വളരെ ലാളിത്യത്തിലേക്ക് അദ്ദേഹം മാറുന്നുണ്ട്. അത് അദ്ദേഹമായിട്ട് തുടങ്ങിയതല്ല. അതിനു മുമ്പ് ഒരുപക്ഷെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിലൊക്കെ ഈ ഒരു ശൈലികൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. രണ്ടാം വത്തിക്കാൻ സുനോദോസിൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിലേക്ക് ജോൺ 23 മാർപ്പാപ്പ കടന്നു വന്നതും ഇപ്പോൾ മാർപ്പാപ്പമാർ കടന്നു വരുന്നതും തമ്മിലൊക്കെ ഒത്തിരിയേറെ വ്യത്യാസങ്ങളുണ്ട്. എനിക്കൊന്ന് പോൾ 6 മാർപ്പാപ്പയാണെന്ന് തോന്നുന്നു ഈ 3 നിലകളുള്ള കിരീടം ഒക്കെ മാറ്റിയത്. ഒത്തിരി മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിലൂടെ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മൃതസംസ്കാര ശുശ്രൂഷയുടെ പങ്കെടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി, അതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അദ്ദേഹം ഒപ്പുവെച്ചതെന്ന് പറയപ്പെടുന്നു. ഈ മാർപ്പാപ്പന്മാരുടെ മൃതസംസ്കാര ശുശ്രൂഷയും ലളിതമാക്കി. ഒത്തിരി കാര്യങ്ങളിൽ ലാളിത്യം അദ്ദേഹം കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു ഈ ലാളിത്യം ഈ അദ്ദേഹത്തിൻ്റെ അജപാലന ശുശ്രൂഷയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അദ്ദേഹം ഒത്തിരിയേറെ ലാളിത്യം കൊണ്ടുവന്നത് ആരാധനക്രമത്തിൽ അദ്ദേഹം ഒത്തിരി ലാളിത്യം കൊണ്ടുവന്നു. പക്ഷെ അത് ആരാധനക്രമത്തിൽ വെള്ളം ചേർത്തിട്ടല്ലായിരുന്നു.
അതിനോട് ചുറ്റിപ്പറ്റിയുള്ള പാരഫർണേലിയകളിലൊക്കെ അദ്ദേഹം വളരെയേറെ ലാളിത്യം കൊണ്ടുവരികയും എന്നാൽ ആരാധനയിലും തിരുക്കർമ്മങ്ങളിലും അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു കാർക്കശ്യം പാലിക്കുകയും ചെയ്തു. ഞാൻ ഓർക്കുന്നത്, ഞാനിപ്പോൾ പല പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അദ്ദേഹത്തിന് മുമ്പുള്ള മാർപ്പാപ്പന്മാരും അല്ലെങ്കിൽ നമ്മുടെ അത്തരത്തിലുള്ള വലിയ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് പങ്കെടുക്കുന്നിടത്തൊക്കെ കൈവീശിയിട്ടൊക്കെയാണ് ഈ എൻട്രൻസ് പ്രൊസഷനിൽ ഇങ്ങനെ പോകാറ്. ഫ്രാൻസിസ് മാർപ്പാപ്പ കുർബാനയ്ക്കാണ് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കുന്നതെങ്കിൽ പിന്നെ യാതൊരു കൈവീശലും ഇല്ല. അദ്ദേഹം ബലിപീഠത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ പോകുന്നത് ഞാൻ കണ്ടു. ഏത് പ്രാവശ്യം എനിക്ക് അറിഞ്ഞുകൂടെ, പെസഹ ദിനത്തിലെ കുർബാനയിലും സഹകാർമ്മികനായിട്ട് അച്ഛന്മാരുടെ ഒപ്പം ഉണ്ടാകാനായിട്ട് എനിക്ക് സാധിച്ചപ്പോൾ എന്നെ ഒത്തിരി ആകർഷിച്ച ഒരു കാര്യമാണ് അദ്ദേഹം വളരെ ലളിതമായി ജീവിക്കുന്നതിൻ്റെ ലാളിത്യം എന്ന് പറയുന്നത് താൻ അത്രമാത്രം പാപിയാണ്, കുറവുകളുള്ളവനാണ്, എല്ലാവരെ പോലെയുള്ളവൻ തന്നെയാണ് താൻ എന്നുള്ളതിൽ നിന്നാണ്. എന്നാൽ ദൈവത്തിൻ്റെ പരമരഹസ്യങ്ങളുടെ മുമ്പിൽ അദ്ദേഹം വളരെ വളരെ ഏറെ വിനയാന്വിതനും അതോടൊപ്പം ഭയഭക്തി നിറഞ്ഞവനുമായിട്ട് പോകുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. തിരുക്കർമ്മങ്ങളിൽ ചിലപ്പോഴൊക്കെ സെൽഫി എടുക്കുന്നവരെ നിശിതമായിട്ട് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. സെൽഫി എടുക്കുന്ന അച്ഛന്മാരെയും മെത്രാന്മാരെയും ആളെ വിട്ട് ശകാരിച്ചിട്ടുണ്ട്. അത് വളരെ ഭയത്തോടു കൂടിയാണ് എല്ലാ അച്ഛന്മാരും നോക്കിയത്. ചിലപ്പോൾ അച്ഛന്മാർക്ക് വേണ്ടിയുള്ള കുർബാനകളിൽ വളരെ കാർക്കശ്യത്തോടു കൂടെ ഈ കാര്യങ്ങളിൽ മാർപ്പാപ്പ ഇടപെടുന്നത് കാണാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, സാന്താ മാർത്തയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് താമസിക്കാൻ പറ്റി. പിറ്റേത് വൈകുന്നേരം ഞാൻ ചിന്തിച്ചു, മാർപ്പാപ്പയുടെ കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് ചാൻസ് നോക്കി. നിങ്ങളിപ്പോൾ കേട്ടിരുന്ന മീഡിയയിലൊക്കെ വന്ന അവിടെ ഭക്ഷണം ഒരുക്കുന്ന അടുക്കളയിലെ സിസ്റ്ററിൻ്റെ അടുത്തൊക്കെ പോയി മാർപ്പാപ്പ വരുന്ന സമയമൊക്കെ കണ്ടെത്തി ആ സമയത്ത് അവിടെ ചെന്നിരുന്നേക്കാന്ന് വിചാരിച്ചു. ഞാൻ വളരെ പേടിച്ചിട്ടാണ്. ഞാൻ റോമിലൊന്നും പഠിച്ചിട്ടില്ല, ഈ സനലച്ചൻ്റെ പോലെയോ അല്ലെങ്കിൽ സൈജോ അച്ഛൻ്റെ പോലെയൊന്നും റോമിൽ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് റോമാ ശൈലികളൊന്നും അറിയാത്തത് കൊണ്ട് പേടിച്ച് വിറച്ചൊക്കെയാണ് ഞാൻ ഈ സാന്താമർത്തയിലേക്ക് തന്നെ കയറി ചെന്നത്. ഞാൻ കയറി അവിടെ എനിക്കുള്ള മുറിയുടെ അവിടുത്തെ ലിഫ്റ്റിൻ്റെ ഇവിടെ ഞാൻ ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ അപ്പുറത്തെ ലിഫ്റ്റിൻ്റെ അവിടെ ഒരു കറുത്ത ബാഗും പിടിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. വേറെ 3-4 പേരുണ്ട്. എല്ലാവരെ പോലെ സാധാരണ ആരും അവിടെ മാർപ്പാപ്പ വന്നെന്നും പറഞ്ഞിട്ട് അവിടെ ഒരു ബഹളമൊന്നുമില്ല. അദ്ദേഹം അപ്പുറത്തെ ലിഫ്റ്റിൻ്റെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ ഈ ലിഫ്റ്റിൻ്റെ അവിടെ നിന്നതിന് പകരം ആ ലിഫ്റ്റിൻ്റെ അവിടെ നിന്നിരുന്നെങ്കിൽ. പക്ഷെ അങ്ങനെ ആരും അവിടെ, അദ്ദേഹം അത് പ്രതീക്ഷിക്കുന്നില്ല. ആരും തന്നെ അവിടെ പ്രത്യേകിച്ച് ഒന്നും അവിടെ കാണുന്നില്ല. സാധാരണക്കാരനായിട്ട് അദ്ദേഹം അപ്പുറത്ത് ലിഫ്റ്റിൻ്റെ അവിടെ നിൽക്കുകയാണ്. ഭക്ഷണത്തിൻ്റെ സമയമൊക്കെ ഞാൻ കണക്കൊക്കെ കൂട്ടി അവിടെ ചെന്നു. ഏതെങ്കിലും ഒരു ടേബിളിൽ ഇരിക്കണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒറ്റയ്ക്കൊരു ടേബിളിൽ ഇരുന്നു. മാർപ്പാപ്പ വരുന്ന വഴിയൊക്കെ കാണാമെന്ന് വിചാരിച്ച്. എൻ്റെ ഗതികേടിന് അവിടെ വന്ന് ഇരുന്നവരൊക്കെ വലിയ പുലികളായിരുന്നു. മാർപ്പാപ്പ ഫിനാൻസ് കാര്യങ്ങളൊക്കെ നവീകരിക്കാൻ വേണ്ടി ഒരു ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. IMF-ൻ്റെ വലിയ നേതാക്കന്മാർ, റിട്ടയർ ചെയ്തവർ, സിംഗപ്പൂരിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ, ഇങ്ങനെയൊക്കെയുള്ളവർ ആ ടേബിൾ വന്നിരുന്നതോടുകൂടി എൻ്റെ ആവി പോയി. ഞാൻ ഇവർ വന്ന് എന്നോട് സംസാരിക്കുന്നു, അവർ സംസാരം തുടങ്ങി. അവർ വലിയ ഇൻ്റർനാഷണൽ ഗ്ലോബലൈസേഷൻ്റെ ചില ഇക്കണോമിക് ഇഷ്യൂസൊക്കെ പറയുമ്പോൾ അവർ എൻ്റെ അടുത്ത് അഭിപ്രായമൊക്കെ ചോദിക്കുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയി. സംഭവിച്ചെന്താണെന്നറിയാമോ, ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മാർപ്പാപ്പ ഏതോ ഒരു ടേബിളിൻ്റെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു പോയത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അതാണ് സംഭവിച്ചത്. അത്രയും വളരെ സിമ്പിളായിട്ട് അദ്ദേഹം ഒരു സ്ഥലത്ത് സൈഡിൽ കൂടെ വന്ന് അവിടെ ഇരുന്ന് ഞാൻ മാർപ്പാപ്പയെ കാണാതായപ്പോൾ പിറ്റേ ദിവസം ആ സിസ്റ്ററുടെ അടുത്ത് എന്ന് ചോദിച്ചു, അപ്പോൾ മാർപ്പാപ്പ വന്നില്ലേ? മാർപ്പാപ്പ വന്നിട്ടുണ്ടായിരുന്നല്ലോ, കുറച്ച് വൈകി. അപ്പോൾ അദ്ദേഹം ഭക്ഷണം എടുത്ത് അവിടെ ഒരു ഒഴിഞ്ഞൊരു കസേരയിൽ പോയി ഇരുന്ന് കഴിച്ചു പോയി. അത്രയും ലളിതമായിട്ട്. പിറ്റേ ദിവസം രാവിലത്തെ കുർബാനയ്ക്ക് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. കുർബാന കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത് ചെന്നു. മാർപ്പാപ്പ വളരെ സ്നേഹത്തോടു കൂടി എന്നെ ചേർത്ത് നിർത്തി. ഒരു കൊച്ചു കുഞ്ഞിനോട് അപ്പന് കാണിക്കുന്നൊരു വാത്സല്യം. കുറച്ച് പേരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ.
ആ കുറച്ച് പേരുടെ കൂടെ ഒരു പ്രത്യേകതയും നമ്മുടെ സ്വന്തം അപ്പനെ കാണുന്ന ഒരു അനുഭവം. ഒരു പക്ഷേ ഈ ഇത്രയും സഭയുടെ തലവനായിരിക്കുമ്പോഴും ആ ഒരു ലാളിത്യം നിലനിർത്താനായിട്ട് അദ്ദേഹത്തിന് അവസാനം വരെ സാധിച്ചിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ പോയി ഞാൻ പല പ്രാവശ്യം എനിക്ക് കാണാൻ അവസരം കിട്ടി. 2-3 വർഷം മുമ്പ് പോയപ്പോൾ എന്നെ മനസ്സിലായില്ല, തൃശ്ശൂർ നിന്നും പറഞ്ഞിട്ട് പിടികിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങയുടെ എറണാകുളം അങ്കമാലിയിലെ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ ഓക്സിലറി എന്ന് പറഞ്ഞ ഉടനെ പുള്ളി പെട്ടെന്ന് കണ്ണൊക്കെ തുറന്ന് എൻ്റെ അടുത്ത് സംസാരിക്കാനായി. എനിക്ക് അത് ഇറ്റാലിയൻ അറിയില്ല, അദ്ദേഹം വിക്കിയുള്ള ഇംഗ്ലീഷാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വാഗത മനോഭാവം, എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ആ മനോഭാവം ഒരു പക്ഷെ നമ്മളൊക്കെ കണ്ടു. കൊച്ചു കുട്ടികൾ വരെ ചാടിക്കയറാൻ തോന്നുന്ന ഒരു ലാളിത്യം ഒരുപക്ഷെ നമ്മുടെ ഇടയധർമ്മത്തിൽ, നമ്മൾ ഏതൊക്കെ മേഖലയിലാണോ അവിടെയൊക്കെ ഇടയധർമ്മത്തിൽ എല്ലാവർക്കും അനുഭവപ്പെടാനായിട്ട് സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ജനങ്ങളുടെ ഒപ്പം നടക്കുന്ന ഒരു ഇടയൻ, ജനങ്ങളുടെ ഒപ്പം നടക്കുന്ന ഒരു ഇടയനാണ്. ഒത്തിരി നമ്മൾ കേട്ടിട്ടുണ്ട്, ആടുകളുടെ മണമുള്ളവനായിരിക്കണം ഇടയൻ. അദ്ദേഹം ശരിക്ക് ആടുകളുടെ ഇടയിലായിരുന്നു. ജോൺ 23 23-ാം ജോൺ മാർപ്പാപ്പ ഇപ്പം കോൺക്ലേവിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സമയമാണല്ലോ. ആ കോൺക്ലേവിൻ്റെ അതിനു മുമ്പത്തെ കോൺക്ലേവിൻ്റെ സമയത്ത് അവർക്കൊരു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരു മാർപ്പാപ്പയുടെ കാൻഡിഡേറ്റിനെ കിട്ടാതെ വന്നപ്പോൾ തൽക്കാലത്തേക്ക് മുട്ടുശാന്തിക്ക് വേണ്ടി വെച്ചതാണ് ഈ ജോൺ 23-ാം മാർപ്പാപ്പ. ഒരു പ്രായമായ വയസ്സിനെ വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 വർഷം കൊണ്ട് ആളുടെ ആ കാലം അങ്ങ് തീരും. അപ്പോൾ പിന്നെ നമുക്ക് അതിനുള്ളിൽ ഒരു നല്ല നേതൃത്വം ഉണ്ടാകുമെന്ന് വിചാരിച്ച് ജോൺ 23-ാമൻ എന്ന പടുവൃദ്ധനായ ഒരു കർദിനാളിനെ പിടിച്ച് മാർപ്പാപ്പയാക്കി. പക്ഷേ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾക്കും 2-ാം വത്തിക്കാൻ സുനോദോസിന് വിളിച്ചു കൂട്ടാനും കാരണമായത് അദ്ദേഹമാണ്. അദ്ദേഹം കർദിനാൾമാരുടെ അഭിപ്രായം ചോദിച്ച കഥയൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ എല്ലാ കർദിനാൾമാരും പറഞ്ഞു, ഇപ്പോൾ ഒരു കൗൺസിലൊന്നും വിളിച്ചു കൂട്ടണ്ട. എല്ലാവരും നോ എന്ന് അറിയിച്ചപ്പോൾ ഈ ജോൺ 20, കാരണം വയസ്സനാണ്, ഇദ്ദേഹത്തെ കൊണ്ടൊന്നത് ഒരു എക്യുമേനിക്കൽ കൗൺസിൽ, സാർവത്രിക സുനോദോസും വിളിച്ചു കൂട്ടാനായിട്ട് ഈ വയസ്സിനെ കൊണ്ട് പറ്റില്ല എന്ന് അവർക്ക് പ്രായോഗിക ബുദ്ധി തോന്നിയത് കൊണ്ട് അവരങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ ജോൺ 23-ാമൻ ആ ജനലകൾ പോയി, മുറിയുടെ ജനാലകൾ തുറന്നിട്ടിട്ട് പറഞ്ഞു, ലെറ്റ് സം ഫ്രഷ് എയർ കം ഇന്നോ, അങ്ങനെ എന്തോ പറഞ്ഞു. നല്ല ശുദ്ധമായി കിടക്കട്ടെ. അവിടുന്ന് തുടങ്ങിയ സഭാ നവീകരണം പിന്നെ നമ്മൾ ഈ ജനലകൾക്കും വാതിലുകളൊക്കെ തുറന്ന് മാർപ്പാപ്പമാർ പുറത്തേക്ക് ഇറങ്ങുന്നതും, പോൾ 6-ാമൻ മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കുന്നു, അതുപോലെ തന്നെ ജോൺ പോൾ മാർപ്പാപ്പ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു മാർപ്പാപ്പയുടെ ഒരു സഭാ നേതൃത്വത്തെ കാണുന്നുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ എനിക്ക് തോന്നിയിരിക്കുന്നത് അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ജീവിക്കുകയാണ്. അവരുടെ ചുടുനിശ്വാസം അദ്ദേഹം കേൾക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് സാധിച്ചിരുന്നു. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഇടപഴകിയ ഒരു മാർപ്പാപ്പ. അവിടെ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ളൊരു ഓഫീസ്, 800 വർഷം പഴക്കമുള്ളൊരു ഓഫീസ് വത്തിക്കാനിലുണ്ടായിരുന്നു. ആ ഓഫീസ് അദ്ദേഹം അടച്ചുപൂട്ടി. അവിടെ ഉണ്ടായിരുന്ന 80 വയസ്സിന് മേലെയുള്ള പ്രായമുണ്ടായിരുന്ന കർദിനാളിനെ മാറ്റിയിട്ട് ഒരു 50 വയസ്സുള്ള ഒരു ആർച്ച് ബിഷപ്പിനെ, പോളിഷ് ആർച്ച് ബിഷപ്പിനെ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നമുക്കിനി ഓഫീസ് വേണ്ട, നമുക്ക് പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആ ആർച്ച് ബിഷപ്പിൻ്റെ കാറിനകത്ത് പല ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് ഈ കാറ് പോകുമ്പോൾ പല രാത്രികളിലും ഫ്രാൻസിസ് മാർപ്പാപ്പയും ഇൻഫോർമലായിട്ട് ആ കാറിനകത്തുണ്ടായിരുന്നു എന്ന് വാർത്തകൾ ഒരിടയ്ക്ക് പരക്കുകയുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടായിരിക്കും. ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അവിടെ പറയാനായിട്ട് സാധിക്കും. ഇവിടെ ഞാനൊരു ചിന്തയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന സഭാവിജ്ഞാനീയത്തിൻ്റെ ആളിവിടെ സൈജോച്ചൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ സഭാ ദർശനങ്ങളിൽ, സഭയെക്കുറിച്ചുള്ള ദർശനങ്ങളിൽ വരുന്ന മാറ്റങ്ങളൊക്കെ സഭാ നേതൃത്വത്തിൻ്റെ അജപാലന ശൈലികളിലും പ്രതിഫലിക്കും.
ആദിമസഭ ഒരു പീഡിത സഭയായിരുന്നു. അപ്പോൾ അവിടുത്തെ അജപാലനം എന്ന് പറയുന്നത് പീഡിതരായവരുടെ ഇടയിലെ അജപാലനമാണ്. അവരുടെ ഒപ്പം നിൽക്കുന്ന, അവരുടെ വേദനയിൽ പങ്കുചേരുന്ന, അവരുടെ കൂടെ നിൽക്കുന്നതിൻ്റെ റിസ്കുകളൊക്കെ ഏറ്റെടുക്കുന്ന ഒരു അജപാലനമായിരുന്നു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിലൂടെ 4-ാം നൂറ്റാണ്ട് മുതൽ സഭയും ഈ രാജകൊട്ടാരവും ഒന്നായിത്തീരുന്നൊരവസ്ഥയുണ്ടായി. സഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടി. സഭയെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു കയറ്റിയപ്പോൾ സഭ അറിയാതെ കൊട്ടാരത്തിൻ്റെ ശൈലികൾ ഏറ്റെടുത്തു. അവിടെ നിന്ന് സഭ നവീകരണത്തിൻ്റെ, നമുക്കറിയാം മധ്യ കാലഘട്ടത്തിൽ സഭ ലൗകായികതയിലേക്ക് പലപ്പോഴും നമ്മൾ വീണുപോകുകയുണ്ടായി. അപ്പോൾ ആ ലൗകായികത സഭയുടെ അകത്തേക്ക് കടന്നു. വീണ്ടും ഫ്രാൻസിസ് അസീസിയെ പോലെ ഉള്ള വിശുദ്ധാത്മാക്കളിലൂടെ നവീകരണങ്ങളുണ്ടായി. ഈ കാലഘട്ടത്തിലെ ഫ്രാൻസിസ് ആയിട്ട് സഭയുടെ അജപാലന ശൈലിയിൽ വിപ്ലവാത്മകമായൊരു നവീകരണം അദ്ദേഹത്തിന് വരുത്തുവാനായിട്ട് സാധിച്ചു. അദ്ദേഹം പറഞ്ഞു, സഭ നിരന്തര നവീകരണത്തിന് വിധേയമായി കൊണ്ടിരിക്കേണ്ട ഒന്നാണ്. വൈദിക മേൽക്കോയ്മയ്ക്കെതിരെ സംസാരിച്ച അദ്ദേഹം വിശ്വാസികളുടെ താൻപോരിമയ്ക്കെതിരെയും സംസാരിച്ചു. പെട്ടെന്ന് വൈദിക മേൽക്കോയ്മയ്ക്കെതിരെ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഫെമിനിസ്റ്റുകൾ വിചാരിച്ചു ഇപ്പോൾ തന്നെ സ്ത്രീ പൗരോഹിത്യം അനുവദിക്കുമെന്ന്. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിലുള്ള ഒരു പെലാജിയൻ പ്രലോഭനത്തെക്കുറിച്ച്, താൻപോരിമയുടെ ഒരു പ്രലോഭനത്തെക്കുറിച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നിരന്തരമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നത്. മെത്രാന്മാരും വൈദികരും ദൈവജനവും ഒരുപോലെ ഈ അജപാലന ശുശ്രൂഷയിലെ പങ്കാളിത്തം എങ്ങനെ നടപ്പിലാക്കണം, അത് അദ്ദേഹം തൻ്റെ റോമൻ കൂരിയയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നിശ്ചയദാർഢ്യത്തോടെ ആരംഭം മുതലേ 8 കർദിനാൾമാരുടെ ഒരു കമ്മിറ്റിയെ നിയമിച്ചുകൊണ്ട് അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. അത് അദ്ദേഹം നടപ്പിലാക്കി. റോമൻ കൂരിയയിലെ ഇന്ന് പല ഡിക്കാസ്ട്രികളുടെയും അൽമായരുണ്ട്. മീഡിയയുടെ തലവൻ ഒരു അൽമായനാണ്. നമുക്കിന്ന് പല ഡിക്കാസ്ട്രികളിലും വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ സിസ്റ്റേഴ്സ് ഉണ്ട്. സമർപ്പിതരെക്കുറിച്ചുള്ള ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു സിസ്റ്ററാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. ഇതുപോലെ വിവിധങ്ങളായ ബിഷപ്സിൻ്റെ പുതിയ ബിഷപ്സ് ആരാണെന്ന് നിയമിക്കുന്നതിന് ഉള്ള പ്രക്രിയ നടത്തുന്ന ഡിക്കാസ്ട്രി ഫോർ ബിഷപ്സ്, അതിൻ്റെ ഇടയിലും പ്രധാനപ്പെട്ട ഒരു അണ്ടർ സെക്രട്ടറി ആയിട്ടൊരു സിസ്റ്ററുണ്ട്. ഇതുപോലെയുള്ള വലിയ ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം അദ്ദേഹം നടത്തി. എന്നാൽ അദ്ദേഹം സുവിശേഷത്തിൻ്റെ സന്ദേശത്തിൽ പറഞ്ഞു, ഈ സഭയിലെ നേതൃത്വത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തണമെന്ന് ആവശ്യപ്പെടുന്ന മറ്റുള്ളവരോട്, ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു, മറ്റുള്ളവരോട് സ്വയം നവീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഞാൻ തന്നെ പേപ്പസിയുടെ മാനസാന്തരത്തിന് മുന്നിട്ടിറങ്ങേണ്ടതുണ്ട് എന്ന് സുവിശേഷത്തിൻ്റെ സന്ദേശം എന്ന അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലിക ലേഖനത്തിൽ അദ്ദേഹം എഴുതി. ഞാൻ എഴുതിയ ലേഖനത്തിൽ ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ ഒരു മാർപ്പാപ്പ എഴുതിയ അപ്പസ്തോലിക പ്രബോധനം സാധാരണ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. പക്ഷെ ആ പ്രബോധനത്തിൽ മാർപ്പാപ്പ തനിക്ക് വേണ്ടി തന്നെയുള്ള ഒരു ഉപദേശം അതിൽ എഴുതി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയ അത്ഭുതമാണ്. അവസാനമായിട്ട്, ഇനി ബാക്കിയുള്ളതൊക്കെ പറയാൻ മറ്റുള്ളവർക്ക് ഞാൻ വിട്ടുകൊടുക്കുകയാണ്. അവസാനമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത്, അജപാലനം ഒരിക്കലും എല്ലാവരെയും പ്രീതിപ്പെടുത്തലല്ല എന്ന് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളിലൊക്കെ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞ ഈ റോമൻ കൂരിയയുടെയും സഭയിലെ പല സംവിധാനങ്ങളെയും നവീകരണത്തിൻ്റെ ഘട്ടത്തിൽ വന്നപ്പോൾ പലരും പറഞ്ഞു, ഈ പങ്കാളിത്ത അജപാലനത്തെക്കുറിച്ച് പറയുന്ന മാർപ്പാപ്പ തന്നെ ഭയങ്കര ഓട്ടോക്രാറ്റാണല്ലോ എന്ന് പറഞ്ഞു. ചില കാര്യങ്ങളിൽ സഭയിൽ ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ ശൈലി, ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ അത് നിലനിർത്തുന്നതിൽ അദ്ദേഹം ഒരിക്കലും ഒരു കോംപ്രമൈസും നടത്തിയില്ല. ആ സുവിശേഷത്തിൻ്റെ സന്തോഷത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അജപാലനം എല്ലാവരെയും പ്രീതിപ്പെടുത്തലല്ല എന്നുള്ളത്. അദ്ദേഹം ഈ ക്രിസ്തുവിൻ്റെ ശൈലിയിൽ നിന്ന് മാറുമ്പോൾ അദ്ദേഹം പിൻവാങ്ങി. നമുക്കറിയാം, ഈശോ 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പറ്റി എല്ലാവരും അവനെ രാജാവാക്കാൻ നോക്കിയപ്പോൾ അവൻ അവരിൽ നിന്ന് പിൻവാങ്ങി. അവൻ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ശരിക്കും ഈശോയുടെ കോർ മെസ്സേജിൽ നിന്ന് മാറി എന്ന് കണ്ടപ്പോഴൊക്കെ ഈശോ പിൻവാങ്ങിയിട്ടുണ്ട്. ഇത് ഫ്രാൻസിസ് പാപ്പായിലും കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ട്രാൻസ്ജെൻഡറിനും ഹോമോസെക്ച്വൽസിൻ്റെയും
ഡൈവോഴ്സ്ഡ് കപ്പിൾസിൻ്റെയൊക്കെ അവരുടെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ആരാ അവരെ വിധിക്കാൻ എന്നൊക്കെ പറഞ്ഞു. അവരുടെ കൂടെയൊക്കെ നടന്നു, അവരോട് വലിയ കാരുണ്യം കാണിച്ചു. അവരൊരു ആശീർവാദം ചോദിച്ചാൽ കൊടുത്താൽ എന്താ കുഴപ്പമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷേ അത് സഭയുടെ കൂദാശകളെക്കുറിച്ചുള്ള പഠനങ്ങൾ തെറ്റിദ്ധരിക്കാൻ ഇടവരുന്നു, സഭയുടെ യഥാർത്ഥ സന്ദേശത്തിൽ നിന്ന് മാറുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവരൊരുമിച്ച് ജീവിക്കുന്നുള്ളത് അത് കൂദാശയല്ല, അത് വിവാഹമെന്ന കൂദാശയല്ല. അവരെ ആശീർവദിക്കുന്നത് തെറ്റിദ്ധരിക്കുന്നെങ്കിൽ അത് അവരുടെ ബന്ധത്തെ അല്ല ആശീർവദിക്കുന്നത്. അത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അവരെ ആശീർവദിക്കരുത് എന്ന് പറയാനുള്ള ചങ്കൂറ്റവും അദ്ദേഹം കാണിച്ചു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം സഭയുടെ എല്ലാവരോടും ചേർന്നും എല്ലാവരോടും കാരുണ്യം കാണിക്കുമ്പോഴും കർത്താവ് സഭയിലൂടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളോട്, ക്രിസ്തുവിൻ്റെ മനസ്സിനോട്, സുവിശേഷത്തോട് അദ്ദേഹം വിശ്വസ്തത പുലർത്തി. അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു, സ്വയം പ്രവാസിയായിട്ട് കണ്ടു. ഞാനും കടന്നു പോകും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളൊന്നും അതിൽ വന്നില്ല. അദ്ദേഹം ശുശ്രൂഷ ചെയ്ത എല്ലാവരെയും പ്രവാസികളായിട്ട് തന്നെ കണ്ടത്. നമ്മളെല്ലാവരും യാത്രയിലാണ്, ഈ പ്രവാസികൾ യാത്രയിലാണ്. അത് പക്ഷേ നിരാശയിലേക്കല്ല, പ്രത്യാശ പകരുന്ന ഒരു യാത്രയായിട്ട് അദ്ദേഹം മാറ്റി. പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ നമ്മളോട് ആഹ്വാനം ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ യാത്രയ്ക്കിടയിൽ കണ്ടുമുട്ടുന്നവരെല്ലാവരും ഒരുപോലെ പുണ്യാത്മാക്കളൊന്നുമല്ല. മാമുദീസ മുങ്ങിയതുകൊണ്ട് വിശുദ്ധ അഗസ്തീനോസ് പറയുന്ന പോലെ യു ഡോണ്ട് ബിക്കം റൈറ്റ് അവേ സെയിൻസ്. ആ മാമുദീസ മുങ്ങിയെന്ന് വെച്ചിട്ട് അപ്പം തന്നെ എല്ലാവരും വിശുദ്ധരാകുന്നില്ല. എല്ലാവരും കുറവുകളുള്ളവരും ബലഹീനതകളൊക്കെ ഉള്ളവരാണ്. രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. അതുകൊണ്ട് കൂടെ ചേർന്ന് നിർത്തുമ്പോഴും അവരോടൊപ്പം നടക്കുകയും ഈ പ്രവാസികളാണ് നമ്മൾ, അവരെയും ഓർമ്മിപ്പിക്കുക, നിങ്ങളും പ്രത്യാശയിലേക്ക് നടന്നെടുക്കണം, നമ്മളും വളരേണ്ടതുണ്ട്. ഒപ്പം നടന്ന് അവരായിരിക്കുന്നിടത്തേക്ക് പോയി അവരോടൊപ്പം നടന്ന് അവരെയും ഈ ആലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന, എല്ലാവർക്കും വേണ്ടി തുറന്നിട്ട ഒരു വാതിലാണ് സഭ എന്ന് പഠിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിവിധങ്ങളായ അദ്ദേഹത്തിൻ്റെ ഈ നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന, നമ്മുടെ ജീവിതത്തെ വെല്ലുവിളിക്കുന്ന, നവീകരണം ആവശ്യപ്പെടുന്ന ചിന്തകൾ തുടർന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഇത് നമ്മുടെ ടാസ്ക്കായിട്ട് എടുക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ ഒരു സംവാദ സദസ്സ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.